ഫസ്റ്റ് ഓൺ റിപ്പോർട്ടർ. കാസർഗോഡും ദേശീയപാത 66 വിള്ളലുണ്ടായിരിക്കുന്നു. 53 മീറ്റർ നീളത്തിലും 4.10 മീറ്റർ വീതിയുമാണ് വിള്ളൽ രൂപപ്പെട്ടിരിക്കുന്നത്. വിവരങ്ങളുമായി അർച്ചന രവീന്ദ്രനുണ്ട്. അർച്ചന, ഗുഡ് മോർണിംഗ്. അർച്ചന, ചാവക്കാടുള്ളതുപോലെ തന്നെ ഏകദേശം സമാനമായ രീതിയിലുള്ള വിള്ളലാണ് കാസർഗോഡും രൂപപ്പെട്ടിരിക്കുന്നത്. ഇന്നലെ വിള്ളൽ രൂപപ്പെട്ട സ്ഥലത്താണോ ഇന്നും വിള്ളൽ കണ്ടിരിക്കുന്നത് അർച്ചന? അരുൺകുമാർ, ഗുഡ് മോർണിംഗ്. ഇന്നലെ നമ്മൾ മണ്ണിടിച്ചിലും അതുപോലെ തന്നെ അത്തരത്തിൽ സർവീസ് റോഡും തകർന്നതാണ് കണ്ടതെങ്കിൽ ഇന്ന് നമ്മൾ കാണിക്കാനുള്ളത് ഇത്തരത്തിൽ വിള്ളൽ രൂപപ്പെട്ടതാണ്. ഇന്നലെ രാത്രിയോടെ ഉണ്ടായ വിള്ളലാണ് ഈ കാണുന്നത്. ഇന്നലെ തന്നെ ജില്ലാ കളക്ടർ എത്തി ഇവിടെ ഒരു അവലോകന യോഗം അടക്കം നടത്തിയിരുന്നു, ഈ സ്ഥലം സന്ദർശിച്ചിരുന്നു എന്നുള്ളതാണ്. എന്തായാലും ഈ ഒരു സ്ഥലത്താണ് ഇപ്പോൾ വിള്ളൽ രൂപപ്പെട്ടിരിക്കുന്നത്. 53 മീറ്റർ നീളത്തിലും അതേപോലെ 4.10 മീറ്റർ വീതിയിലുമാണ് ഈ വിള്ളൽ ഉള്ളത് എന്നുള്ളതാണ്. നമുക്കറിയാം, ഈ ദേശീയപാതയുടെ നടുള്ള ഭാഗത്ത് തന്നെയാണ് ഇത്തരത്തിലൊരു വിള്ളൽ സംഭവിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഗതാഗത നിയന്ത്രണത്തിലടക്കം ഒരു ഇതുണ്ട് എന്നുള്ളതാണ്. അതായത് ചെറിയ ചെറിയ വാഹനങ്ങൾ മാത്രമേ കയറ്റി വിടുന്നുള്ളൂ. എന്തായാലും അത്തരത്തിൽ വലിയൊരു പ്രശ്നം തന്നെയാണ് ഈ ഒരു കാസർഗോട്ടെ ഈ ഒരു ദേശീയ പാതയിലും ഉള്ളത് എന്നുള്ളതാണ്. നമുക്കറിയാം, ഇത്തരത്തിൽ ഇന്നലെ ചെറുവത്തൂരും അതുപോലെ തന്നെ കാഞ്ഞങ്ങാട് ഭാഗങ്ങളെല്ലാം ഈ മണ്ണിടിച്ചിലും അതുപോലെ തന്നെ സർവീസ് റോഡ് തകർന്നതുമായ സംഭവങ്ങൾ ഉണ്ടായിരുന്നു. അതിന്റെ ആസ്പദമായിട്ടാണ് ഇത്തരത്തിലൊരു വിള്ളൽ ഉണ്ടായിരിക്കുന്നത്. ഇതിന്റെ തൊട്ട് അപ്പുറത്തുള്ള പ്രദേശത്താണ് ഇന്നലെ നമ്മൾ സർവീസ് റോഡ് തകർന്നത്. എന്നാൽ ഇന്നുള്ളത് വിള്ളൽ എന്നുള്ളതാണ്. നമുക്ക് എന്തായാലും ഇവിടെയുള്ള ആളുകളോട് തന്നെ ചോദിക്കേണ്ടതുണ്ട്. ചേട്ടാ, ആരായിരുന്നു ഇത് ആദ്യം കണ്ടിരുന്നത്? ഇത് നമ്മുടെ സഹപ്രവർത്തനമായിട്ടുള്ളൊരു പ്രവർത്തനം കണ്ടത്. പക്ഷേ ഇത് കാണാൻ സാധിക്കുന്നത് ഈ വിള്ളലും അതുപോലെ തന്നെ ഈ റോഡിൻ്റെ പൊളിയലും ഉണ്ടാകാനുള്ള പ്രധാന കാരണം ഇവിടെ ഓവുചാല് ഇല്ലാത്തതിൻ്റെ ഒരു കുഴപ്പമാണ്. ഇപ്പോൾ ഡ്രൈനേജ് കൃത്യമായിട്ട് ഇല്ലാത്തതിൻ്റെ ഒരു പോരായ്മ ഇവിടെ എല്ലാം കാണാം. എവിടെയൊക്കെയാണോ റോഡ് പൊളിഞ്ഞു വീണിട്ട് അവിടെയൊക്കെ തന്നെ ഓവുചാല് കൃത്യമായില്ല. കാണാൻ സാധിച്ചത് ഇവരുടെ കൺസ്ട്രക്ഷൻ കമ്പനിയുടെ ജോലിക്കാർ അവരൊരു ടീം വരും, അത് കഴിഞ്ഞിട്ട് ആ ടീമിനെ പിന്നെ കാണൂല. ഒരു മണ്ണ് ഒരു സ്ഥലത്തേക്ക് ഏതാണോ ആ മണ്ണ് ഈർപ്പം കുറഞ്ഞ ദിക്കിലേക്ക് മണ്ണിടുന്ന സമയത്ത് ആ മണ്ണ് കൃത്യമായിട്ട് അത് സിറ്റിങ് ചെയ്യാത്തത് കൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഈ ഒരു സംഭവം നടന്നിട്ടുള്ളതെന്ന് കാണാൻ സാധിച്ചു. ഇപ്പോൾ കല്യാൺ റോഡ് നടന്ന ആ റോഡ് പൊളിഞ്ഞതും ഇപ്പോൾ ഇവിടെ വിള്ളലുണ്ടായിട്ടുള്ളതും മാവുങ്കാല് ഇതേപോലെ ഉണ്ടായിട്ടുള്ളൂ. പക്ഷേ ഇതൊക്കെ കാണാൻ സാധിക്കുന്നത് ഡ്രൈനേജും വെള്ളം പോകാനുള്ള ഒരു ആദ്യം ചെയ്യേണ്ട പണി ചെയ്യാതെ രണ്ടാമതാണ് ഇവൾ റോഡ് ഉണ്ടാക്കിയതിന് ശേഷമാണ് ഇപ്പോൾ വെള്ളത്തിന് പോകാനുള്ള വഴി ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ആദ്യം ഉണ്ടാക്കേണ്ടത് ഡ്രൈനേജ് വെള്ളം പോകേണ്ട കൃത്യമായി വഴി ഉണ്ടാക്കിയെങ്കിൽ റോഡ് ഇങ്ങനെ പൊളിയില്ലായിരുന്നു. അതാണ് നമുക്ക് ഈ നാട്ടുകാരെന്ന രീതിയിൽ. പിന്നെ മാത്രമല്ല, മാവുങ്കാലിൻ്റെ മുകളിലെ കൺസ്ട്രക്ഷൻ നടക്കുന്ന സമയത്ത് മുകളിൽ നിന്ന് ചീള് വീണിട്ട് ഒരു വീട്ടമ്മക്ക് പരിക്ക് പറ്റിയിട്ട് ഗുരുതരാവസ്ഥയിലുണ്ട്. അത് നിയമ നടപടികളുമായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഈ ഹൈവേയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങൾ വരാൻ കാരണം മാറി മാറി വരുന്ന കൺസ്ട്രക്ഷൻ കമ്പനിയുടെ ജോലിക്കാരുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഇതിലുണ്ട്. ഇത് നമ്മൾ നിരന്തരം ഇവരുടെ NH ഹൈവേയുമായി ബന്ധപ്പെട്ട ഇവരുടെ കൺസ്ട്രക്ഷൻ കമ്പനിക്കാരോട് നമ്മൾ സംസാരിച്ചാണ്. അതുകൊണ്ട് ഇനി ഇങ്ങനെ തന്നെയാണ് ഓവുചാല് നിർമ്മിക്കാതെ ഇതുമായി പോവുകയാണെങ്കിൽ ആയിരക്കണക്കിന് ആൾ മരിക്കാൻ സാധ്യതയുണ്ടെന്നാണ് നമുക്ക് തോന്നുന്നത്. കാരണം ഇത് കാണുമ്പോൾ ഇന്ന് ഭയാനകമായിട്ടുള്ള ഒരു അവസ്ഥയാണ്. ഇന്നലെ രാവിലെ ഏകദേശം 2-3 മണിക്കൂറാണ് ഈ റോഡ് ബ്ലോക്ക് ചെയ്ത് ആംബുലൻസ് പോലുള്ള അത്യാവശ്യ സാധനങ്ങൾ പോകേണ്ട കാര്യങ്ങൾ വരെ നടക്കാതെ റോഡ് മുഴുവനായി ബ്ലോക്കായി. അതുകൊണ്ട് ഇവിടുത്തെ സാധാരണ തൊഴിലാളികളെല്ലാം തന്നെ അസ്വസ്ഥരാണ്. ഇന്നലെ രാവിലെ ഓട്ടോ ഓടേണ്ട തൊഴിലാളിയും അതുപോലെ തന്നെ അത്യാവശ്യം ജോലിക്ക് പോകേണ്ട ആളുകളൊന്നും തന്നെ ഇന്നലെ ജോലിക്ക് പോകാൻ സാധിച്ചില്ല. അപ്പോൾ ഇനി വരുന്ന ദിവസങ്ങളിൽ കാലവർഷം ആരംഭിക്കുകയാണ്. വലിയൊരു ദുരന്തത്തിലേക്ക് നമ്മൾ പോകാൻ സാധ്യതയുണ്ടാകും. അതിന് മുമ്പ് എത്രയും പെട്ടെന്ന് അറിയാൻ സാധിക്കും. കാസർഗോഡ് ദേശീയപാത 66 വിള്ളലുണ്ടായ സ്ഥലത്ത് നിന്നാണ് അർച്ചന രവീന്ദ്രൻ വിവരങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. പ്രതികരണം തേടുക അർച്ചന. കൂടുതൽ ദൃശ്യങ്ങൾ കൂടി പകർത്തി അയക്കുക, നമുക്ക് പ്രേക്ഷകരെ കാണിക്കാം. 53 മീറ്റർ നീളത്തിലാണ് അർച്ചന പോയി രാവിലെ ആ വെള്ളലൊക്കെ അളന്നു കിട്ടു. 4.10 മീറ്റർ വീതിയുമുണ്ട് വിള്ളൽ എന്നാണ് മനസ്സിലാക്കുന്നത്. ഇതെന്താണ് ഇങ്ങനെ വിള്ളൽ? മഴ പെയ്ത് തുടങ്ങിയതേ ഉള്ളൂ. മഴ പെയ്ത് തുടങ്ങിയതോടുകൂടി നമ്മൾ വലിയ അഭിമാനത്തോടു കൂടി കണ്ടിരുന്ന ദേശീയപാത 66 പലയിടങ്ങളിലും വിള്ളലുകൾ ഉണ്ടാവുന്നു. ചിലയിടങ്ങളിൽ റോഡുകൾ ഇടിഞ്ഞു താഴുന്ന സാഹചര്യം ഉണ്ടാവുന്നു. ഇത് എന്തായാലും ദേശീയപാത അതോറിറ്റി ഗൗരവപൂർവ്വം പരിഗണിക്കണം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതല്ലെങ്കിൽ കേരളം പോലൊരു പ്രദേശത്ത് ദേശീയപാത തുറന്നു കൊടുത്തതിന് ശേഷം ഇതേപോലെ വിള്ളലുകൾ ഉണ്ടാവുകയോ ഇടിയുകയോ ഒക്കെ ചെയ്താൽ വലിയ ബുദ്ധിമുട്ടുണ്ടാവും. നിരന്തരം വാഹനങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന പ്രദേശമാണ്, ആളുകൾ തിങ്ങിപ്പാർക്കുന്ന പ്രദേശമാണ്. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധ വേണം എന്ന് ഒരിക്കൽ കൂടി നമ്മൾ അധികൃതരോട് പറയുന്നു.